കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിൽ സുപ്രധാന ഇടം നേടിയ മലപ്പുറം ജില്ല രൂപം കൊണ്ടിട്ട് അരനൂറ്റാണ്ട് പൂർത്തിയാവുകയാണ്. വൈദേശികരുടെയും ജന്മികളുടെയും ആധിപത്യത്തിനെതിരെ നിരന്തരം പോരാടി പിന്നാക്കമായി പോയ ഒരു ജനതയ്ക്ക് ലഭിച്ച മേൽവിലാസം കൂടിയാണ് മലപ്പുറം എന്ന ജില്ല. വർഷങ്ങൾ നീണ്ട മുറവിളികൾക്കൊടുവിലാണ് EMSന്റെ നേതൃത്വത്തിലുള്ള സപ്തകക്ഷി സർക്കാർ മലപ്പുറം ജില്ല പ്രഖ്യാപിച്ചത്. മദിരാശി സംസ്ഥാനത്ത് മലബാർ ജില്ലയുടെ ഭാഗമായിരുന്നു ഇന്നത്തെ മലപ്പുറം ജില്ല. 1956 ഐക്യ കേരളം പിറന്നപ്പോൾ മലബാർ ജില്ല 3 വിഭജിക്കപ്പെട്ടു. ഇതോടെ മലപ്പുറം പ്രദേശം കോഴിക്കോട്, പാലക്കാട് ജില്ലകളുടെ ഭാഗമായി മാറി. 1.5 നൂറ്റാണ്ട് നീണ്ട അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളുടെ ചരിത്രമുള്ള നാടാണ് മലപ്പുറം. ബ്രിട്ടീഷ് ഭരണത്തിന്റെ ആരംഭത്തിൽ ബോംബെ പ്രോവിൻസിന്റെ ഭാഗമായിരുന്നു ഈ പ്രദേശം. വൈദേശികാധിപത്യത്തിനെതിരായ പോരാട്ടം മാത്രം അജണ്ടയാക്കി ഒരു ജനത നിലയുറപ്പിച്ചപ്പോൾ സ്വാഭാവികമായി അവരുടെ പ്രദേശം പിന്നാക്കമായി. വല്ലാതെ പിറകിലായിപ്പോയ ഈ പ്രദേശത്തിന്റെ വികസനം ലക്ഷ്യം വെച്ചാണ് മലപ്പുറം ജില്ല വേണമെന്ന ആവശ്യമുയർന്നത്. വർഷങ്ങൾ നീണ്ട പ്രക്ഷോഭങ്ങൾക്കും വിവാദങ്ങൾക്കും ശേഷം 1969 ജൂൺ 16 മലപ്പുറം ജില്ല യാഥാർത്ഥ്യമായി. കോഴിക്കോട് ജില്ലയുടെ ഭാഗമായിരുന്ന ഏറനാട്, തിരൂർ താലൂക്കുകളും പാലക്കാട് ജില്ലയുടെ ഭാഗമായിരുന്ന പൊന്നാനി, പെരിന്തൽമണ്ണ താലൂക്കുകളും ചേർത്താണ് മലപ്പുറം ജില്ല രൂപീകരിക്കുന്നത്. 1968 മലപ്പുറം ജില്ല രൂപീകരിച്ചതോടെ ഫണ്ടുകളുടെ അലോട്ട്മെൻറ്റിലും ഭരണ സംവിധാനത്തിലും എല്ലാം തന്നെ വലിയ മാറ്റങ്ങൾ, വിപ്ലവകരമായ ഒരു മാറ്റവും സാമൂഹ്യപരമായ ഒരു വികസനവും എല്ലാം തന്നെ നടപ്പിലാക്കപ്പെട്ട ഒരു ജില്ലയായിട്ട് ക്രമേണ മലപ്പുറം രൂപീകരിച്ചു. മലപ്പുറം ജില്ല അരനൂറ്റാണ്ട് പിന്നിടുമ്പോൾ ചരിത്രപ്രധാനമായ ഈ പ്രദേശത്തിന്റെ ഭൂതവും വർത്തമാനവുമായി മീഡിയ 1 പരമ്പര ഇന്നു മുതൽ കാണാം. മലപ്പുറത്തു നിന്നും MK ഷുക്കൂർ, മീഡിയ 1.